ഇന്ന് നമുക്ക് ബദാം മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. സാധാരണ ബദാം മിൽക്ക് ഷേക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 15 ബദാം എടുത്തിട്ടുണ്ട്. നമുക്കിതിന് കുറച്ച് വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ബദാം 1-2 മിനിറ്റ് കൊണ്ട് വെന്ത് വരും. ഇത് വെന്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ബദാം വലുതായതുപോലെ തോന്നും. അതായത് അതിൻ്റെ തൊലി ഇങ്ങനെ ആ ഒരു ബദാമിൽ നിന്ന് വിട്ട് വരുന്നതാണ്. ഈ ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. വിരലുകൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു മുഴുവൻ ബദാമിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. വളരെ എളുപ്പമാണ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു തൊലി കളഞ്ഞ മുഴുവൻ ബദാമും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മുഴുവൻ ബദാമും ഒരു ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്ക കൂടി ചേർക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ 2 ഏലക്കയാണ് ചേർക്കുന്നത്. നമുക്ക് ഈ ഒരു ബദാം അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർക്കാം. അതായത് കുറച്ച് പാല് ചേർത്താൽ മതി. പാല് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ബദാം ശരിക്കും അരഞ്ഞ് കിട്ടില്ല. കുറച്ച് പാല് ചേർത്തിട്ട് ഇതൊന്ന് ബദാം ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം ചേർത്തിട്ട് നമുക്കിതിനെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. നിങ്ങളുടെ വലിയ ജാറിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ വലിയ ജാറിൽ അത്ര നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതിൽ അരച്ചിട്ട് പിന്നെ വലിയ ജാറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. സാധാരണ ബദാം മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ബദാം അരച്ചിട്ട് പാലിൽ ചേർത്ത് ചൂടാക്കി ചൂടാറിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. ഇത് നമ്മൾ വീട്ടിൽ ഗസ്റ്റെല്ലാം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബദാമും പാലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു അരച്ച് വെച്ച ബദാം പേസ്റ്റ് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാല് ഐസ് ക്യൂബ് ട്രേയിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കട്ടയില്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ പാല് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ 2 കപ്പ് പാല് ചേർക്കണം. ഞാൻ 1 കപ്പ് പാല് ഇതുപോലെ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തണുത്ത പാലുമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ ഒരു മിൽക്ക് ഷേക്കിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതുപോലെ വാനില ഐസ്ക്രീം വേണമെങ്കിൽ വാനില ഐസ്ക്രീം ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കാണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ചതും അതുപോലെ കുറച്ച് സാഫ്രോണും ചേർത്ത് കൊടുക്കുക. സാഫ്രോൺ ചേർക്കണം നിർബന്ധമില്ല, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ ബദാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.